നമസ്കാരം. തരൂരിന്റെ നയതന്ത്ര നീക്കത്തിൽ ദില്ലിയിലിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കടുത്ത ഞെട്ടലാണ്. സാധാരണ രീതിയിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിലെത്തി ആക്രമണം നടത്തിയും ഇന്ത്യൻ സൈന്യം ഒരു സർജിക്കൽ അറ്റാക്ക് മാത്രമേ ചെയ്യാറുള്ളൂ. എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി നമ്മളൊരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു. കൂടാതെ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിലയിൽ ആക്രമണം നടത്തുകയും കൂടാതെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ചെന്ന് പാകിസ്ഥാന്റെ മുഖം നമ്മൾ വലിച്ചു കീറുകയാണ്, അതും തെളിവ് സഹിതം. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമുണ്ടല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. അതും തരൂർ പൊളിച്ചടക്കി കയ്യിൽ കൊടുത്തു. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് മുന്നിൽ കൊളംബിയൻ സർക്കാർ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്, പ്രത്യേകിച്ച് തരൂരിന്റെ മുന്നിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അർപ്പിച്ച കൊളംബിയൻ സർക്കാരിന്റെ പ്രസ്താവനയാണ് തരൂരിന്റെ മാസ്മരിക നീക്കത്തിൽ പിൻവലിച്ചത്. ശശി തരൂരിന്റെ ഇടപെടലാണ് ഇക്കാര്യത്തിൽ നിർണായകമായ ഒരു നീക്കമുണ്ടായത്. കൊളംബിയൻ വിദേശകാര്യമന്ത്രി റോസ യൊലാൻഡ ആണ് ഔദ്യോഗികമായി ഈ പ്രസ്താവന പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തങ്ങൾ കൊളംബിയൻ വിദേശകാര്യ മന്ത്രാലയവുമായി കൂടിക്കാഴ്ച നടത്തിയതായി ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ആ പ്രസ്താവന പിൻവലിച്ചതായി അറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കൂടാതെ കൊളംബിയയിലെ ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഇന്ത്യയുടെ പരമാധികാരത്തിനും ലോക സമാധാനത്തിനും വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ജനങ്ങൾക്കും പ്രതിനിധികൾക്കും ഇടയിൽ ഇത്തരത്തിലുള്ള സംഭാഷണം തുടരുന്നതിൽ സന്തോഷിക്കുന്നതായും ശശി തരൂർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതിനിടെ പ്രതിനിധി സംഘത്തിന്റെ വിശദീകരണവും ഇടപെടലും കൊളംബിയ നിലപാട് മാറ്റാൻ പ്രേരിപ്പിച്ചതിൽ നിർണായകമായ പങ്കുവഹിച്ചുവെന്ന് അമേരിക്കൻ മുൻ ഇന്ത്യൻ അംബാസഡർ തരൺജിത് സിംഗ് സന്ധു പറഞ്ഞു. പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാട് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ സർവകക്ഷി പ്രതിനിധി സംഘത്തിന് കൊളംബിയയിൽ നയതന്ത്ര വിജയം നേടാനായത് പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ശശി തരൂർ നയിക്കുന്ന സർവകക്ഷി സംഘത്തിന്റെ സന്ദർശനത്തോടെ ഇന്ത്യൻ അനുകൂല നിലപാടിലേക്ക് യൂട്ടേൺ എടുക്കുകയായിരുന്നു. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ഇന്ന് തങ്ങൾക്ക് ലഭിച്ച വിശദീകരണങ്ങളിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാണ് കൊളംബിയ ഉപവിദേശകാര്യമന്ത്രി അറിയിച്ചത്. കാശ്മീരിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും അവിടുത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ തങ്ങൾക്കറിയാമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുമായുള്ള ചർച്ച തുടരുമെന്നും അവർ വ്യക്തമാക്കി. കൊളംബിയൻ മന്ത്രി ഈ പ്രസ്താവന നടത്തുമ്പോൾ ശശി തരൂരും അവർക്കൊപ്പമുണ്ടായിരുന്നു. ഇന്ത്യ ഈ നീക്കത്തെ വിലമതിക്കുന്നതായി തരൂർ പറഞ്ഞു. ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന കൊളംബിയ പിൻവലിച്ചതായും ഇന്ത്യയുടെ നിലപാട് അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടതായും ഉപവിദേശകാര്യമന്ത്രി പറഞ്ഞതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഇന്ത്യ മൂല്യം കൽപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിനിധി സഭയുടെ 2ാം കമ്മീഷൻ പ്രസിഡന്റ് അലജോഡ്രോ ശശി തരൂരിന്റെ ടീമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സാമ്യം ഉണ്ടാകില്ല എന്ന് തരൂർ കൊളംബിയയിൽ ആവർത്തിച്ചു. ഈ വ്യത്യാസം അവഗണിച്ചതായി തോന്നിയതായാണ് നേരത്തെ കൊളംബിയയുടെ നിലപാടിൽ നിരാശ പ്രകടിപ്പിക്കാനുള്ള കാരണമെന്നും തരൂർ ചൂണ്ടിക്കാട്ടി. തീവ്രവാദികൾക്കും മറുവശത്തെ നിരപരാധികളായ സാധാരണക്കാർക്കുമിടയിൽ ഒരു തുല്യതയും സാധ്യമല്ല എന്നും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നവരും സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുന്നവരും തമ്മിൽ സാമ്യം ഉണ്ടാകില്ല എന്നും തരൂർ പറഞ്ഞതായി ANA റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ ഈ വ്യത്യാസം കൊളംബിയ അവഗണിച്ചുവെന്ന് മാത്രമാണ് തങ്ങളുടെ നിരാശയെന്നും തരൂർ വ്യക്തമാക്കി. എന്നാൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് കൊളംബിയ പിൻവലിച്ചുവെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും തരൂർ പറഞ്ഞു. നമ്മുടെ പരമാധികാരത്തിനും ലോക സമാധാനത്തിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമാധാനത്തിനും വേണ്ടി തങ്ങളോടൊപ്പം നിൽക്കാനുള്ള പ്രതിബദ്ധതയും കൊളംബിയ അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സർക്കാരിന്റെ ആഗോള പര്യടനത്തിന്റെ ഭാഗമായി ഗയാന, പനാമ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് സംഘം കൊളംബിയയിലെത്തിയത്. ഇവിടെ എത്തിയ ഉടൻ തന്നെ പാകിസ്ഥാനോടുള്ള കൊളംബിയയുടെ അനുശോചന പ്രസ്താവനയിൽ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം അതിർത്തി പ്രകടിപ്പിക്കുകയായിരുന്നു. ഭീകരതയുടെ ഇരകളോട് സഹതപിക്കുന്നതിന് പകരം പാകിസ്ഥാനെ അനുശോചിച്ചതിൽ നിരാശ അറിയിക്കുന്നതായി ശശി തരൂർ കൊളംബിയയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതായാണ് ANA റിപ്പോർട്ട് ചെയ്തത്. പ്രതിരോധത്തിനുള്ള അവകാശം മാത്രമാണ് ഇന്ത്യ ഉപയോഗിക്കുന്നതെന്നും ഇവിടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ തങ്ങൾ ഇവിടെ ഉണ്ടെന്നും തരൂർ വ്യക്തമാക്കിയതായാണ് വിവരം. തരൂരിനെ കൂടാതെ മിലിന്ദ് ദ്യോറ, തേജസ്വി സൂര്യ, ഗാനി ഹരീഷ്, അംബാസഡർ തരൺജിത് സിന്ധു തുടങ്ങിയ പരിചയസമ്പന്നരായ അംഗങ്ങളാണ് ഈ പ്രതിനിധി സംഘത്തിലുള്ളത്. ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിൽ അവരുടെ കൂട്ടായ ശ്രമങ്ങൾ നിർണായകമാണെന്നും വൃത്തങ്ങൾ പറഞ്ഞു. കൊളംബിയൻ സർക്കാരിന്റെ നിലപാടിനെ ഇന്ത്യൻ പ്രതിനിധി സംഘം വിജയകരമായാണ് സ്വാധീനിച്ചത്. കൊളംബിയയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ലിബറൽ പാർട്ടി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭീകര നയത്തെ അപലപിക്കാനും ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെ പിന്തുണയ്ക്കാനും ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ശ്രമങ്ങളെ പിന്തുണച്ച മുൻ പ്രസിഡന്റ് സീസർ ഗാവിരോയുമായുള്ള നിർണായക കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതിന് ടീം അംഗം മിലിന്ദ് ദ്യോറയെ തരൂർ പ്രശംസിച്ചു.
ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ കുറിച്ചുള്ള കൊളംബിയയുടെ ധാരണയെ ഈ പിന്തുണ ഗണ്യമായി മാറ്റിമറിച്ചു. കൊളംബിയയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഈ പ്രതിബദ്ധത തുടർന്നുള്ള യോഗങ്ങളിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തുന്നതായി വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയെക്കുറിച്ചുള്ള കൊളംബിയയുടെ ധാരണ മാറ്റുന്നതിൽ മെലൻഡിയോറയുടെ ബന്ധങ്ങൾ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത്. TDPയിൽ നിന്നും ആദ്യമായി പാർലമെന്റ് അംഗമായ മധൂർ ബാലയോഗി അതോടൊപ്പം തന്നെ അദ്ദേഹവുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയിലാണ് പ്രശംസ വന്നത്. ഇത് ഇന്ത്യ കൊളംബിയ ബന്ധം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു.